കൂർഗിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. നല്ല രസമുള്ള പാതയാണ്. രണ്ട് സൈഡിലും കാട്. ചിലയിടങ്ങളിൽ നമുക്ക് എലഫന്റ് ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. നല്ല തണുപ്പ്, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. NH-91 ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ വയനാടിന്റെ സ്വന്തം എടക്കൽ കേവ്സ് കാണാൻ വേണ്ടി പോവുകയാണ്. ആ എൻട്രി പോയിന്റിൽ തന്നെ നമുക്ക് എഴുതി വെച്ചേക്കുന്നത് കാണാം, ഇടക്കൽ ഹെർമിറ്റേജ്. ഈ ഹെർമിറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലേസ് എവേ ഫ്രം സൊസൈറ്റി എന്നതാണ്. എടക്കൽ കേവ്സിലേക്ക് എത്താനും എടക്കൽ കേവ്സിന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താനും കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ വരുന്ന വണ്ടി ഇടുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിൽ കൂടുതൽ നടന്നാലാണ് എടക്കലിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താൻ പറ്റുക. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷം എൻട്രി നല്ല രസമാണ്. വള്ളിച്ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച ഒരു എൻട്രി പോയിന്റ് ആണ് എടക്കൽ കേവ്സിൽ. ഏതാണ്ട് 300 സ്റ്റെപ്പ് ഉണ്ട് എടക്കൽ കേവ്സിലെത്താൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 അടി മുകളിലാണ് ഇടക്കൽ കേവ്സ്. ഈ ഇടക്കൽ എന്ന പേര് തന്നെ വന്നതും കല്ലുകൾക്കിടയിൽ എന്ന ഒരു അർത്ഥമാണ് ഇടക്കലിനുള്ളത്. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഇടയ്ക്ക് പോയിരിക്കുക, എന്തിൻ്റെങ്കിലും ഇടയ്ക്കിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ അത് പാറകൾക്കിടയിൽ, അതാണ് ഇടക്കൽ. ഒരു ബ്രിട്ടീഷ് പോലീസുകാരനായ ഫ്രെഡ് ഫോസറ്റ് ആണ് 1895 ഈ ഇടക്കൽ കേവ്സ് കണ്ടെത്തുന്നത്. ആ ഇടക്കൽ കേവ്സിലേക്ക് എത്തുന്ന വഴി ഇങ്ങനെ ചെറുതും വലുതുമായ പാറകൾക്കിടയിലൂടെയാണ്. ചിലയിടത്തൊക്കെ സ്റ്റീൽ വെച്ചിട്ട് അവർ നടക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് കേവിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ. വർഷങ്ങളായിട്ടുള്ള കേവിലെ എൻഗ്രേവിങ്സ് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിശ്ചിത സമയം മാത്രമേ അവരിവിടെ നമ്മൾ നിർത്തുകയുള്ളൂ. അതുമാത്രമല്ല, മാക്സിമം 100 പേർക്കാണ് അറ്റ് എ ടൈം അവിടെ നിൽക്കാനുള്ള പെർമിഷൻ. നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന 6000 BC മുമ്പുള്ള എൻഗ്രേവിങ്സ് ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതെല്ലാം. ഇവിടുത്തെ എൻഗ്രേവിങ്സിൽ നമുക്ക് ട്രൈബൽ ലീഡർ, സൂര്യൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്ന ലാംഗ്വേജ് വരുന്നതിന് മുമ്പുള്ള എൻഗ്രേവിങ്സ് ആണ്. ഇങ്ങനെ ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 20% മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. കാരണം ജനറേഷൻ കൂടുമ്പോൾ വരുന്ന ചിത്രങ്ങളെല്ലാം ഓവർലാപ്പായി വരുന്നതിനാലാണ് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പിന്നെ ബ്രാഹ്മി തമിഴിലും പ്രാചീന സാൻസ്ക്രിറ്റിലും എഴുതിയിട്ടുള്ള 2 സ്ക്രിപ്റ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇടക്കൽ ഗുഹയുടെ വെളിയിൽ നിന്നുമുള്ള വ്യൂ ആണ്. ഇടക്കൽ ഗുഹയുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇടക്കൽ കേവിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാന്തമ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകത്തേക്ക് ജീപ്പിൽ പോയിട്ടാണ് കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിലെത്തുക. ഞങ്ങൾ ചെന്നത് നല്ല മഴയുള്ള സമയത്തായതിനാൽ നല്ല കുത്തി ഒലിച്ചായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് സന്ധ്യയോടുകൂടി ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങി.